നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രൂപയുടെ മൂല്യനഷ്ടത്തെക്കുറിച്ചാണ്. ഇത് റുപ്പി ഡിപ്രീസിയേഷനെ കുറിച്ചാണ്. അതിൽ 2023 ശേഷം രൂപയുടെ മൂല്യം തുടർച്ചയായി കുറയുകയാണ്. ഇപ്പം ഏതാണ്ട് 85.80 ലെവലിലാണ് ഡോളറുമായിട്ടുള്ള രൂപയുടെ മൂല്യം, രൂപയുടെ വാല്യൂ. അതായത് എന്താണ് രൂപയുടെ മൂല്യനഷ്ടം എന്ന് നോക്കാവുന്നതാണ്. ഒരു വിദേശ കറൻസിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നതാണ് ലളിതമായി പറഞ്ഞാൽ രൂപയുടെ മൂല്യനഷ്ടം എന്ന് പറയുന്നത്. രൂപയുടെ മൂല്യനഷ്ടം സംഭവിക്കുമ്പോൾ ഒരു വിദേശ കറൻസി വാങ്ങാൻ കൂടുതൽ രൂപ ചിലവഴിക്കേണ്ടതായി വരും. ഉദാഹരണത്തിന്, ഒരു $80 രൂപ ആയിരുന്നുവെന്ന് കരുതുക. ഇത് ഒരു $85 ആയി മാറുകയാണെങ്കിൽ രൂപയുടെ മൂല്യനഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഇതിനർത്ഥം രൂപ ഡോളറിനെ അപേക്ഷിച്ച് മൂല്യം നഷ്ടപ്പെട്ടു. രൂപയുടെ മൂല്യനഷ്ടത്തിന് കാരണം എന്തെല്ലാമെന്ന് നോക്കാവുന്നതാണ്. ഒന്ന്, ട്രേഡ് ഡെഫിസിറ്റ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കയറ്റുമതി ചെയ്താൽ രൂപയുടെ വില കുറയും. വിദേശ നിക്ഷേപം പിൻവലിക്കൽ. വിദേശ നിക്ഷേപകർ പിൻവലിക്കുമ്പോൾ രൂപയുടെ മൂല്യം താഴും. ഹൈ ഇൻഫ്ലേഷൻ, അതായത് ഉയർന്ന ഇൻഫ്ലേഷൻ. ആഭ്യന്തര വിലക്കയറ്റം രൂപയുടെ കാര്യക്ഷമത കുറയ്ക്കുന്നു. ആഗോള സംഭവ വികാസങ്ങൾ, അതായത് സാമ്പത്തിക പ്രതിസന്ധികൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ എന്നിവ മൂലം ഡോളറിൻ്റെ ശക്തി കൂടുതൽ ഇടയാവുകയും രൂപയെ ബാധിക്കുകയും ചെയ്യുന്നു. ക്രൂഡ് ഓയിൽ വില വർധന. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി കൂടുന്നതുകൊണ്ട് വില വർദ്ധിക്കുകയും വിദേശ കറൻസിയുടെ ആവശ്യകത വർദ്ധിക്കുകയും ചെയ്യുന്നു. രൂപയുടെ മൂല്യനഷ്ടത്തിൻ്റെ പ്രഭാവം അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാവുന്നതാണ്. ഇറക്കുമതിയിൽ ഇന്ധനം, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയുടെ വില വർദ്ധിക്കും. കയറ്റുമതിയിൽ ആണെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ആഗോള വിപണിയിൽ വില കുറവാകുന്നത് കാരണം കയറ്റുമതിക്ക് ഗുണം ചെയ്യും. ഇൻഫ്ലേഷൻ. സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വില കൂടാനും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടാകാനും കാരണമാകും. തിരിച്ചടവിൽ കൂടുതൽ ബാധ്യത. വിദേശ കടത്തിൻ്റെ തിരിച്ചടയ്ക്കുമ്പോൾ കൂടുതൽ രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. രൂപയുടെ മൂല്യനഷ്ടത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? കയറ്റുമതിക്ക് പ്രോത്സാഹനം. രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണികളിൽ വില കുറവായിരിക്കും. ഇത് കയറ്റുമതിയിൽ വർധനവിന് സഹായകരമാണ്. ട്രേഡ് ഡെഫിസിറ്റ്. കയറ്റുമതിക്ക് പ്രോത്സാഹനം ലഭിക്കുമ്പോൾ ഇറക്കുമതി ചിലവിനേക്കാൾ കയറ്റുമതി വരുമാനം കൂടുന്നു. ഇതിലൂടെ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാം. ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം. ഇറക്കുമതിയുടെ ചിലവ് കൂടുന്നതിൻ്റെ ഫലമായി നാട്ടിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്നു. വ്യാപാരത്തിലൂടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച. കയറ്റുമതി വർധനവോടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ നല്ലൊരു സംഭാവന ലഭിക്കുന്നു. വിലക്കുറവുള്ള വിനോദസഞ്ചാരം. വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യ വിലക്കുറവുള്ള സ്ഥലമായി മാറുകയും അങ്ങനെ ടൂറിസം വികസിക്കുകയും ചെയ്യും. രൂപയുടെ മൂല്യനഷ്ടത്തിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇറക്കുമതിയുടെ ചിലവ് കൂടുന്നു. ഇതുവഴി ഇന്ധനം, മെഡിക്കൽ ഉപകരണങ്ങൾ, മെഷീനറി എന്നിവയുടെ ഇറക്കുമതി ചിലവ് കൂടുന്നു. ഇൻഫ്ലേഷൻ. ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുകയും ഇത് സാധാരണ ജനങ്ങളുടെ ചിലവുകൾ കൂട്ടുകയും ചെയ്യുന്നു. വിദേശ കടബാധ്യത ഉയരുന്നു. ഇന്ത്യയുടെ വിദേശ കടം രൂപയുടെ മൂല്യനഷ്ടം മൂലം കൂടുതൽ ചിലവേറിയതാകുന്നു. ഇത് സാമ്പത്തിക സാധ്യതകളെ ഉയർത്തുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം കുറയുന്നു. വിലക്കയറ്റം ജനങ്ങളുടെ മേൽ സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കുന്നു, പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ളവർക്ക്. വിദേശ നിക്ഷേപകരുടെ വിശ്വാസം കുറയുന്നു. രൂപയുടെ സ്ഥിരത ഇല്ലായ്മ വിദേശ നിക്ഷേപകർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുകയും രാജ്യത്തേക്ക് നിക്ഷേപങ്ങൾ വരുന്നത് കുറയുവാനും കാരണമാകും.
ആഗോള രംഗത്തെ ഇടിവ്. രാജ്യത്തെ കറൻസിയുടെ ഇടിവ് ഇന്ത്യയുടെ ആഗോള സാമ്പത്തിക പ്രതിച്ഛായയെ ബാധിക്കുന്നു. രൂപയുടെ മൂല്യനഷ്ടം തടയാനുള്ള പരിഹാര മാർഗങ്ങൾ: വിദേശ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. വിദേശ നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുക. ഇത് രൂപയ്ക്ക് ഗുണം ചെയ്യും. കയറ്റുമതിക്ക് പ്രോത്സാഹനം: കയറ്റുമതിക്കാർക്ക് സബ്സിഡികളും ഇൻസെൻറ്റീവുകളും നൽകുക. ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പ്രാദേശിക ഉൽപ്പന്ന കേന്ദ്രങ്ങളിൽ നിന്നും ആഗോള വിപണിയിലെത്തിക്കുക. ഉദാഹരണത്തിന് വിവരസാങ്കേതിക വിദ്യ കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഇറക്കുമതി നിയന്ത്രണങ്ങൾ: അനാവശ്യ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പ്രത്യേകിച്ച് ഇന്ധനത്തിന് സമാനമായ ആവശ്യകതകൾ കുറയ്ക്കുക. റിസർവ് ബാങ്ക് ഇടപെടുക. വിദേശ വിനിമയ റിസർവുകൾ രൂപയുടെ മൂല്യം വീഴുന്നത് തടയുവാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിപണിയിൽ ഇടപെടുന്നു. മോണിറ്ററി നയങ്ങൾ പലിശ നിരക്കിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അതുവഴി രൂപയുടെ മൂല്യം വീഴുന്നത് അല്ലെങ്കിൽ രൂപയുടെ മൂല്യം നഷ്ടപ്പെടുന്നത് തടയാൻ കഴിയും. റിന്യൂവബിൾ എനർജി, പുനരുപയോഗ എനർജി സ്രോതസ്സിൻ്റെ ഉപയോഗം. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ അടിയന്തരമായ ആശ്രയത്വം കുറയ്ക്കുക. അതിന് സമാനമായ ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിക്കുക. കറൻസി വ്യാപാര നിയന്ത്രണം. കറൻസി വ്യാപാര രംഗത്ത് നടക്കുന്ന അനാവശ്യ സ്പെക്കുലേഷൻ, അതായത് ഊഹക്കച്ചവടം തടയുക. പൊതുജനങ്ങളെ ബോധവൽക്കരണം നടത്തുക. വിദേശ ഉൽപ്പന്നങ്ങളുടെ ആശ്രയത്വം കുറയ്ക്കുന്നതിന് പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക. അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. ഉദാഹരണം, ബൈലാറ്ററൽ, മൾട്ടിലാറ്ററൽ വ്യാപാര കരാറുകൾ വഴി ആഗോള വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നേടിയെടുക്കുക. വ്യാപാര പദ്ധതികൾ നവീകരിക്കുക. രാജ്യത്തെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും സുസ്ഥിരമാക്കുന്ന നയങ്ങൾ രൂപപ്പെടുത്തുക. ഉദാഹരണത്തിന്, കയറ്റുമതി ക്ലസ്റ്ററുകൾ സൃഷ്ടിച്ച് വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അടുത്തത്, ദീർഘകാല നയപരമായ ഇടപെടലുകൾ. വിദ്യാഭ്യാസം, പ്രാദേശിക തൊഴിലും മെച്ചപ്പെടുത്തി ആഗോളതലത്തിലുള്ള മത്സരശേഷി വർദ്ധിപ്പിക്കുക. ഉദാഹരണത്തിന്, സ്കിൽ ഇന്ത്യ പോലെ ജനശക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുക.